ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചമാങ്ങ കൊണ്ടുള്ള പുതിയൊരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, പച്ചമാങ്ങ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2-3 ചുവന്ന മുളക്, 3-4 ചെറിയ ഉള്ളി, 1 സ്പൂണ് കടുക്, അത്യാവശ്യം പുളിയുള്ള തൈര്, പിന്നെ 1 മുറി തേങ്ങ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ തോല് ചെത്തി കളഞ്ഞ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കടുക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെറിയ കയ്പ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാപ്പെരുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 3 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മാങ്ങാപ്പെരുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാപ്പെരുക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചികരമാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.